കാവലിക്കെട്ട് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം സമുദായത്തിന് അതിൽ അധികാരമുണ്ടെന്നും പാറപ്രം തറവാട്ടുകാർക്ക് വാവലിക്കെട്ട് മുന്നേ നടത്തി വരുന്നുണ്ടോ എന്നുള്ള ഒരു ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഒരു ചടങ്ങ് നിലവിലില്ലാത്ത ഒരു ചടങ്ങാണ്. ഇങ്ങനെയൊരു മുസ്ലിം സമുദായത്തിന് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ യാതൊരു ചടങ്ങിലും ഒരു പ്രാധാന്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ദുരുദ്ദേശപരമായി ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മഹിമ താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കുന്നതാണ്. അദ്ദേഹം കർണാടകയിലുള്ള ഒരു മന്ത്രി ലെവലിലുള്ള ഒരു മിനിസ്റ്റർ ലെവലിലുള്ള ഒരു അധികാരിയാണ് എന്നാണ് അവിടെ വന്നപ്പോൾ മനസ്സിലായത്. അദ്ദേഹത്തെ സ്വീകരിച്ചത് പോലീസാണ്. പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വന്നത്. ദേവസ്വത്തിൻ്റെ യാതൊരു പ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല. അന്നത്തെ ദിവസം അദ്ദേഹം നീരെഴുന്നള്ളത്ത് എന്നുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ദിവസം 2 പേര് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. അത് സത്യമാണ്. അദ്ദേഹം വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു മനഃപൂർവ്വം ഒരു ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവർ നമ്മുടെ പുഴയിൽ പോവുകയും ആ പുഴയിൽ 2 കല്ലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ 2 കല്ലെടുത്ത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 3-4 പേര് വീഡിയോ അത് പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഇത് ചടങ്ങാണ് എന്നും മുസ്ലിം സമുദായത്തിന് ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വത്തിൻ്റെ നിലപാടല്ല. ഇതിനു വേണ്ടി കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തിയത് ഈ നാട്ടിലെ നല്ലവരായ മുസ്ലിങ്ങളുമല്ല, അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ വാവിലിക്കെട്ട്, ഈ ബണ്ട് കെട്ട്, അത് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ടെൻഡർ ഇത് കൊടുക്കലാണ്. അല്ലാതെ അങ്ങനെ ഒരാൾ വന്നിട്ട് ഇവിടെ കെട്ടലോ ഒന്നുമില്ല. എനിക്ക് 80 വയസ്സായി. ഈ വയസ്സിലിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം കിടന്നതായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാനും എന്തോ ദുരുദ്ദേശപരമായിട്ടാണ് ഇവിടെ കടന്നുകൂടാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ വിവാദം എന്നാണ് എനിക്ക് മനസ്സിലായത്. ദേവസ്വം സ്വീകരിച്ചു എന്നാണ് ദേവസ്വം അദ്ദേഹം വന്ന് അവിടെ നിന്ന് ഈ സുബ്രഹ്മണ്യ മാഷ് എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇതിനെ പറ്റിയല്ല, വേറെ ഒരു കാര്യങ്ങൾക്ക് അതിൻ്റെ പുറകുവശത്തെ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുകയോ ഒരക്ഷരം മിണ്ടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വരവ് ദുരുദ്ദേശപരമായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ആദ്യം മനസ്സിലായിട്ടില്ല. അദ്ദേഹം അതിൻ്റെ ദുരുദ്ദേശപരമായിട്ട് വന്നതുകൊണ്ടാണ് ഇതിൻ്റെ പല വീഡിയോ എടുത്തിട്ടാണ് പോയി. അയാൾ എന്തോ പ്രാർത്ഥന നടത്തിയിരുന്നു. ആ പ്രാർത്ഥനയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സതുദ്ദേശമല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അവരൊന്നും വീഡിയോ എടുക്കുന്നില്ലല്ലോ. ഇദ്ദേഹം വീഡിയോ എടുത്ത് എന്തുകൊണ്ടാണ് പ്രാർത്ഥനേൻ്റെ? അപ്പോൾ ദുരുദ്ദേശപ്പെടുത്തുകൊണ്ട് ഒരാൾ വരുമ്പം തന്നെ നമ്മളയാൾ ദുരുദ്ദേശപ്രതിമെന്ന് വിചാരിക്കാൻ യാതൊരു സാധ്യതയില്ലല്ലോ. പിന്നീടാണ് നമുക്കത് മനസ്സിലായത്. അത് പ്രതീകാത്മകമായിട്ട് ഭാവിയിൽ കല്ലിടുവോ എന്തോ ഭാവിയിൽ വെള്ളം പോലുമില്ല, അവിടെ കല്ലിടുവോ എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെയും വീഡിയോ എടുത്തിരിക്കുന്നു, പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതൊക്കെ അവകാശവാദത്തിൽ ഒരു അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, അയാളെ പ്രവൃത്തി മുഴുവനും ദുരുദ്ദേശപ്രേരിതമാണ്.